മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിലെ 5-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഏലിയ സ്ലീവ മൂശ കാലഘട്ടം നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ യുഗാന്ത്യത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ കുരിശിൻ്റെ വിജയത്തെക്കുറിച്ചും ഈശോയുടെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്ത് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം മനുഷ്യപുത്രൻ്റെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അതിനു വേണ്ടി അറിഞ്ഞും അറിയാതെയും ഒരുങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലായാലും വിശുദ്ധ കുർബാനയിലായാലും വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നുണ്ട്. അതിൽ നമ്മൾ ചൊല്ലുന്ന മനോഹരമായിട്ടൊരു പ്രാർത്ഥനയാണ്, അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം നമ്മൾ നടത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കും. സെപ്റ്റംബർ 22-ാം തീയതി വിശുദ്ധനായിട്ടുള്ള തോമസ് വില്ലനോവയുടെ തിരുനാളാണ് സാർവത്രിക സഭയിൽ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ മനോഹരമായിട്ടുള്ള വാക്കുകളിൽ എന്നെ സ്വാധീനിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശയം, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കൊട്ടേഷൻ പ്രകാരമാണ്: ഉത്തമ ജീവിതമാണ് ഏറ്റവും വലിയ വിജ്ഞാനം. ആ വിജ്ഞാനം നീ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ വിജ്ഞൻ അല്ലെങ്കിൽ വിജ്ഞാനി എന്ന് പറയും. ഉത്തമമായ ജീവിതമാണ് ശ്രേഷ്ഠമായ വിജ്ഞാനം. ആ വിജ്ഞാനം നീ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ വിജ്ഞാനി. സ്നേഹമുള്ളവരെ, ആ വിശുദ്ധൻ പറഞ്ഞതുപോലെ ഒരു ഉത്തമമായ ജീവൻ നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഉത്തമമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ഉത്തമമായ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ, അത് ദൈവത്തോടും മനുഷ്യരോടും കൂട്ടായ്മയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും, അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവരോട് ചേർന്നിരിക്കാനും, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവരോട് സഹായിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സാണ് ഒരു ഉത്തമമായ ജീവിതം എന്ന് പറയുന്നത്. ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതം ഒരു ഉത്തമമായ ജീവിതമാണോ എന്ന്. സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടിയുള്ള ചിന്തകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, വിശുദ്ധനായുള്ള തോമസ് വില്ലനോവയുടെ തിരുനാളും ആഘോഷിക്കുമ്പോൾ, ആ പുണ്യവാന്റെ അർത്ഥവത്തായുള്ള വാക്കുകൾ നമുക്കും അനുസ്മരിക്കാം. ഉത്തമമായിട്ടൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെ ആയിരിക്കട്ടെ എപ്പോഴും എപ്പോഴും.